ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. മത്സര പരീക്ഷകളുടെ ഒരു കാലമാണ് വരുന്ന. ഒരുപാട് മത്സര പരീക്ഷകൾക്ക് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്കായിട്ട് ഈ വർഷം, അതായത് 2024 ചോദിച്ചിട്ടുള്ള ചില പ്രധാന കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഏതൊക്കെയാണ് ഒരു പുതിയ ട്രെൻഡുകൾ, എങ്ങനെയൊക്കെയാണ് പുതിയ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 2024 ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കെമിസ്ട്രി ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. നോക്കൂ, ഏതൊക്കെയാണ് വാചകങ്ങളെന്ന്. ഒന്നാമത്തത്, ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്രൂപ്പ് 6. അടുത്തത്, ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. മൂന്നാമത്തത്, കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു എന്ന് പറയുന്നു. പാലിന് pH മൂല്യം 7 കൂടുതലാണ്. ഇതിൽ ഏതൊക്കെയായിരിക്കും ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ഓക്കെ, ഇത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത് എന്ന് പറയുന്നു. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ലോഹങ്ങൾക്ക് കാഠിന്യം കൂടുതലാണ്. ഡി ബ്ലോക്ക് മൂലകം ഗ്രൂപ്പ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രൂപ്പ് 1, 2 എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ദെൻ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സോ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ പെടുന്നതാണ് ഗ്രൂപ്പ് 6. ഗ്രൂപ്പ് 6 മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലേതോ ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളിൽപ്പെട്ട ഗ്രൂപ്പ് 6 മൂലകമാണ് ക്രോമിയം. നമുക്കറിയാം ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഠിന്യം ഏറ്റവും കൂടിയ പദാർത്ഥം ക്രോമിയമാണ്. കാഠിന്യം ഏറ്റവും കൂടിയ പദാർത്ഥമാണ് ക്രോമിയം. സോ ഈ ക്രോമിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണെന്ന് അറിയോ? ക്രോമിയത്തിന്റെ അറ്റോമിക നമ്പർ 24 ആണ്. 24. അപ്പൊ ഈ 24 എന്ന് പറയുന്ന മൂലകം ഗ്രൂപ്പ് നമ്പർ 6 പെടുന്നതാണ്. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് 6 ഏറ്റവും കാഠിന്യം കൂടിയ മൂലകങ്ങളാണ് എന്ന് പറയുന്നത് ശരി ഉത്തരമാണ്. അടുത്തത്, ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഗ്ലാസ് നമ്മളെ കയ്യിലൊക്കെ നമ്മൾ ഗ്ലാസ്, ചായ ഗ്ലാസ്, അല്ലെ, ജനൽ ചില്ലുകൾ, ഇങ്ങനെ പല ഗ്ലാസുകളും കാണുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഒഴുകാൻ കഴിയുന്നത്? ഒഴുകാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഈ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ദണ്ട് നമ്മൾ ഒരുപാട് കാലം തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് വണ്ണം കൂടുന്നതായിട്ട് കാണാം. അതായത് ഇതിനിങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് ഗ്ലാസിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഗ്ലാസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്. ഓർത്തിരിക്കുക, സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നാണ് ഗ്ലാസ് അറിയപ്പെടുന്നത്. അപ്പോ ഇതൊരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ് എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തത്, കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. അതൊരു തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം സബ്ലിമേഷൻ കാണിക്കുന്ന ഒരു പദാർത്ഥമാണ് കർപ്പൂരം. സോ കർപ്പൂരം നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അത് ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്കാണ് പോവുക. അത് തെറ്റാണ്. അടുത്തത്, പാലിന് pH മൂല്യം 7 കൂടുതലാണ്. പാല് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ്. പാലിൽ അടങ്ങിയ ആസിഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പാലിന് pH 7 കുറവാണ്. ആസിഡ് വസ്തുക്കൾക്ക് അല്ലെ, ആസിഡുകൾക്ക് pH 7 കുറവാണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സൈലം PSC വിവിധ സബ്ജക്റ്റുകൾക്കായി HSA കോഴ്സസ് ആരംഭിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതലാണ് ഈ HSA കോഴ്സുകൾ ആരംഭിക്കുന്നത്. 5,999 രൂപയാണ് ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്.
ഓക്കെ. ഇനി ഇതിന് മുമ്പ് കോഴ്സിന് ചേർന്നിട്ടുള്ളവർക്ക് അതിൻ്റെതായ ചില ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും തന്നെ നമ്മൾ HSA കോഴ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളവർക്ക് അല്ലെ B.Ed ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് വരുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ HSA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും മോഹിക്കുന്ന ഒരു ജോബാണ്. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ തന്നെ മിസ്സാവാതെ ഓരോ ക്ലാസ്സുകളും കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നേരത്തെ തന്നെ പഠനം തുടങ്ങുക. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, വീണ്ടും വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർക്കുള്ള എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓപ്ഷൻ എ വന്നിട്ടുള്ളത് 108 ഗ്രാം. 108 × 6.022 × 10⁻23 6.022 × 10⁻28 ഡിവൈഡഡ് ബൈ 108 6.022 × 10⁻23 ഗ്രാം. എത്രയാണ് 108 6.022 × 10⁻23 തന്മാത്രകളുടെ വെയിറ്റ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തന്മാത്രയുടെ തന്മാത്രാഭാരം എത്രയാണോ അത്രയും അളവിൽ അതിനെ ഗ്രാമിലെടുക്കുന്നതിനെ നമ്മൾ പറയുക ഒരു GMM എന്നാണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാഭാരം എത്രയാണോ, ഇവിടെ തന്നിട്ടുള്ളത് ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാഭാരം 108 ഗ്രാം എന്നാണ്. അപ്പൊ തന്മാത്രാഭാരം 108 ഗ്രാം. അപ്പൊ സാധാരണ നിലയിൽ ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാഭാരം എത്രയാണോ അത്രയും ഗ്രാമിലെടുക്കുന്നതിനെ തന്മാത്രാഭാരം ഗ്രാമിലെടുത്തതിനെ നമുക്ക് 1 GMM എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഈ തന്നിട്ടുള്ള പദാർത്ഥത്തിന്റെ 1 GMM ആണ് 108 ഗ്രാം എന്ന് പറയുന്നത്. ഒരു GMM ആണ്. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു GMM ഏത് പദാർത്ഥം എടുത്താലും അതിലെ കണികകളുടെ എണ്ണം എന്ന് പറയുന്നത്, അതിലെ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 എണ്ണമാണ്. അപ്പൊ ഇതൊന്ന് തിരിച്ചു വായിച്ചു നോക്കേ. 6.022 × 10⁻23 എണ്ണം തന്മാത്രകളുടെ ഭാരം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു GMM. ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ള 108. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 108 ഗ്രാം. 108 ഗ്രാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത്. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചിട്ടുള്ളത് 2019 ആണ്. 2019. ഇനി ഇതിന്റെ റീസൺ കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയും PSCക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. അതായത് ആവർത്തന പട്ടികയുടെ 150ാം വാർഷികം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് മെൻഡലിയഫ് തൻ്റെ ക്രമാവർത്തന നിയമം അവതരിപ്പിച്ചതിൻ്റെ 150ാം വാർഷികമാണ്. ക്രമാവർത്തന നിയമം അപ്പോൾ അവതരിപ്പിച്ചത് എന്നാണെന്നറിയോ? 1869. സോ ഇതിൻ്റെ 150ാം വാർഷികമാണ് എന്ത് വരുന്നത്? 150ാം വാർഷികം 150 ഇയേഴ്സ് കഴിഞ്ഞാൽ 2019 വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയ ധാതു ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ശരീരത്തിന് ഹ്യൂമൻ മസിൽസ്, നമ്മുടെ ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ അടങ്ങിയ ധാതു പൊട്ടാസ്യമാണ്. ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ധാതു. അതുപോലെ തന്നെ ഹൃദയകോശങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏത്, ധാതു ഏതെന്ന് ചോദിച്ചാലും പൊട്ടാസ്യമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യം കൂടി ഓർത്തിരിക്കുക. അതായത് ഒരു ശരീരകോശത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാറ്റയോൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും പൊട്ടാസ്യമാണ്. അപ്പം നമ്മുടെ ശരീരകോശ
കോശത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാറ്റയോൺ എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യമാണ്. ദെൻ നമ്മുടെ മസിലുകളിൽ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാസ്യമാണ്. ഹൃദയകോശങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പൊട്ടാസ്യമാണ് ഉത്തരം, പഠിച്ചു വെച്ചോളുക. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഇതൊരു LGS ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി 2024 നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി LGS എക്സാമിന് ചോദിച്ചത്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. എന്നാൽ പേര് നൽകിയത് ലാവോഷ്യർ ആണെന്ന് ഓർത്തിരിക്കുക. ജോസഫ് പ്രീസ്ലി എന്ന പേര് പറയുമ്പം ഒരു കാര്യം ഓർക്കുക, ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ജോസഫ് പ്രീസ്ലി എന്നതിന് ഹെൻറി കാവൻഡിഷും കോൾ ഷീലെ കൂടെ വരികയാണെങ്കിൽ കോൾ ഷീലെയാണ് ഓക്സിജൻ കണ്ടെത്തിയത് എന്നുള്ള ഉത്തരം കൊടുക്കുക. PSC ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കോൾ ഷീലെയാണ്. ഓക്കെ ആണ്. ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ആളാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയ ആളും റൂദർഫോർഡ് ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം, അതായത് ന്യൂട്രോണിന്റെ സാന്നിധ്യം പ്രവചിച്ചതും ആര് തന്നെയാണ്? റൂദർഫോർഡ് ആണ്. ഓർത്തു വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. 6ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 6. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ഈ വർഷം ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഹരിതഗൃഹ പ്രഭാവം ആഗോള താപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം കൊടുക്കാവുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന മറ്റു വാതകങ്ങൾ. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിത കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാനായിട്ടുണ്ടാക്കിയ ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് ഉടമ്പടി മുതലായവ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 7ാമത്തെ ചോദ്യം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. WCPOക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അപ്പൊ കുറച്ച് വാതകങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആഗോളതാപനത്തിന് കാരണമാകുന്ന ആളുകളെല്ലാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിൽ നമുക്ക് പഠിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, CFC ക്ലോറോഫ്ലൂറോ കാർബൺ, അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് ലോഫിംഗ് ഗ്യാസ് ചിരിപ്പിക്കുന്ന വാതകം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള നൈട്രസ് ഓക്സൈഡ്, അതുപോലെ മീഥേൻ. ഇവയെല്ലാം ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആഗോളതാപനത്തിന് കാരണമാകുന്ന 4 ആളുകളെ നമ്മൾ ഇവിടെ വെച്ചിട്ട് അങ്ങ് പഠിച്ചു. ഓക്കെ ആണ്. 8ാമത്തെ ചോദ്യം നോക്കിയേ. ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണം ഏത്? നമ്മൾ സാധാരണയായിട്ട് പരീക്ഷകളിൽ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ലൂയിസ് ആസിഡുകൾ കുറച്ച് ഉദാഹരണങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചോളുക. സാധാരണയായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമാണ് ഇത്. ലൂയിസ് ആസിഡ് ഏത്? എന്നാൽ ഇത്തവണ കണ്ടോ PSC ഒന്ന് ചോദ്യം മാറ്റി പിടിച്ചത്, ലൂയിസ് ക്ഷാരമായി ചോദിച്ചത്. ക്ഷാരം എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ആസിഡിന്റെ മലയാളം അമ്ലം എന്നാണ് പറയുന്നത്. അപ്പൊ ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണം ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് ബേസിന് ഉദാഹരണം ഏത് എന്നാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അതിനുത്തരം വന്നിട്ടുള്ളത് അമോണിയയാണ്. അമോണിയ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോളുക, അലൂമിനിയം ക്ലോറൈഡ്, BF3, BCl3 ഇവയെല്ലാം എന്തിനുദാഹരണമാണ്? ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണമാണ്. സോ നമുക്ക് ലൂയിസ് ആസിഡുകൾ എന്ന് പറഞ്ഞിട്ടും ലൂയിസ് ബേസുകൾ എന്ന് പറഞ്ഞിട്ടും കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അലൂമിനിയം ക്ലോറൈഡ്, BCl3, BF3, BH3, FeBr3. ഇനി ഇതൊന്നും കൂടാതെ ZnCl2, ഇതൊന്നും കൂടാതെ നമുക്ക് പ്ലസ് സൈനുകളായിട്ട് വരുന്ന, ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന H+, Na+, അങ്ങനെ പ്ലസ് സൈനായിട്ട് തരുന്നവരെയും നമുക്ക് ലൂയിസ് ആസിഡുകൾ എന്ന് പറയാം. എന്നാൽ ലൂയിസ് ബേസുകൾക്ക് ഉദാഹരണം അമോണിയ, NH3, H2O. ഇനി മൈനസ് സൈനുകൾ Cl-, F-, OH-, ഇവരെയൊക്കെ നമുക്ക് ലൂയിസ് ബേസുകൾ എന്ന് പറയാം. ഈ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 9ാമത്തെ ചോദ്യം.
ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ടൈറ്റാനിയം ഡൈ ഓക്സൈഡിന്റെ അല്ലെങ്കിൽ ടൈറ്റാനിയത്തിന്റെ അയിരേത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യം. ടൈറ്റാനിയത്തിന്റെ അയിര്. സോ ടൈറ്റാനിയത്തിന്റെ അയിരുകൾ എന്ന് പറയുന്നത് എല്ലാ മത്സര പരീക്ഷകൾക്കും എപ്പോഴും ചോദ്യം വരുന്നതാണ്, പഠിച്ചു വെച്ചോളുക. ടൈറ്റാനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത് ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മറ്റു ചില അയിരുകൾ കൂടി പഠിച്ചു വെക്കാം. മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയത്തിന്റെ അയിരാണ്. മോണോസൈറ്റ് തോറിയത്തിന്റെ അയിരാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം. വീണ്ടും കണ്ടോ, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്? ഇത് വീണ്ടും വേറൊരു എക്സാമിനാണ്, മെയിൽ CPO. അപ്പോൾ 3 ക്വസ്റ്റ്യനിലെ ആവർത്തിച്ചു വന്നു 3 ക്വസ്റ്റ്യൻ ഈ ഹരിതഗൃഹ പ്രഭാവം. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ആരൊക്കെയാണുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, CFC ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ലോഫിംഗ് ഗ്യാസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. വീണ്ടും 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. CPO എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തനത്തിൽ ലിഥിയമാണ് പ്രധാന പങ്കുവഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത്, വാഹനങ്ങളുടെ സ്റ്റോറേജ് സെല്ലിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്തു വരുമോ? ലെഡ്. കാർ ബാറ്ററി, അതുപോലെ വാഹനങ്ങളുടെ സ്റ്റോറേജ് സെല്ല് എന്നിവയിൽ ഉണ്ടാകുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ലെഡാണ്. ഓക്കെ ആണ്. എന്നാൽ ലിഥിയം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ സഹായിക്കുന്നു. ഇത് കൂടാതെ മൊബൈൽ ബാറ്ററികളിൽ കാണപ്പെടുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലിഥിയമാണ് ഉത്തരം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലിഥിയമാണ്. നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. അറ്റോമിക നമ്പർ 12ാമത്തെ ചോദ്യമാണ്. അറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമായാണ് കാണപ്പെടുന്നത്? അറ്റോമിക നമ്പർ 31. അപ്പൊ 31 എന്ന അറ്റോമിക നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുകയാണ്. അറ്റോമിക നമ്പർ 31 ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, then 3p6, 4s2, 3d10, then 4p1. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് അല്ലേ. 2, 4, 10, 14, 18, 20, 30, 31. ഇനി നമ്മൾ എങ്ങനെയാണ് ഏത് ഗ്രൂപ്പിലാണോ പീരിയഡിലാണോ എന്ന് നിർണ്ണയിക്കുന്നത്? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലെ വലിയ സംഖ്യ അങ്ങ് എടുക്കുക, അതാണ് പീരിയഡ്. അപ്പൊ പീരിയഡ് 4 എന്ന് തന്നിട്ടുള്ളത് ഇത് രണ്ടുമാണ്. ഗ്രൂപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുക? P എന്നാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പിയിലാണ് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് കൂടെ ഇപ്പൊ പിയിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ, സപ്പോസ് X എന്നാണ് പിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണമെങ്കിൽ അതിനോട് കൂടെ 12 കൂട്ടിക്കൊള്ളുക. അപ്പൊ ഇവിടെ വരുന്നത് ഗ്രൂപ്പ് 13 ആണ്. ഇനി എസ്സിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം അങ്ങ് എഴുതുക. S1 ആണെങ്കിൽ 1ാമത്തെ ഗ്രൂപ്പ്, S2 ആണെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പ്. ഡിയിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിയിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നാണ് അറിയോ? അതായത് ഡി എന്ന് പറയുന്ന മൂലകത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ, X എന്ന് പറയുന്ന ആ എണ്ണം, X എന്ന് പറയുന്നത് ഞാൻ ആ എണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് n+1, അതായത് തൊട്ട് മുന്നേ വരുന്ന എസ് സബ്ഷെൽ ഉണ്ടായിരിക്കും. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുകൂടി കൂട്ടണം. ഓക്കെ. ഇപ്പോൾ സപ്പോസ് S1 3D 4s1 3d2 എന്നാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യണം. അതായത് അത് 3ാമത്തെ ഗ്രൂപ്പിലാണ്.
ഈ എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് നമ്മളിതിലെ അറ്റോമിക നമ്പർ തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളെ ആ മൂലകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് പീരിയഡിലാണ് എന്ന് നിർണ്ണയിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ള വന്നിട്ടുള്ള ചില PSC ക്വസ്റ്റ്യൻസ് ആണ്, കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ വരും LD പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എക്സാം പുതിയൊരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. താങ്ക് യു.